യെസ് മക്കളെ, ഹൈഡ്രോകാർബൺസ് എന്ന ചാപ്റ്ററിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ റോമൻ നമ്പർ 1 നമ്മൾ എഴുതിയായിരുന്നു എന്ത്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ആണ് നമ്മൾ പഠിച്ചത്. ഇനി റോമൻ നമ്പർ 2 ഇട്ടിട്ട് എഴുതിക്കോളൂ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. ആൽക്കീനിനെ എങ്ങനെ ഉണ്ടാക്കാം? ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണല്ലോ. അപ്പോൾ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ ഈ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന ചർച്ച. ആൽക്കീൻസിനെ മെയിനായിട്ടും 4 സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 4 കോമ്പൗണ്ടുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കീൻസ് ഉണ്ടാക്കാം, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാം. ആ 4 ഹെഡിങ് ആയിട്ട് ഇനി ബോർഡിൽ വരും. വരാനിരിക്കുന്ന ഹെഡിങ്ങുകളെ ഞാൻ ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എൻ്റെ കൂടെ നിങ്ങൾ എഴുതിക്കോളൂ. 1 നോർമൽ നമ്പർ 1, റോമൻ നമ്പറായിട്ട് നമ്മൾ മെയിൻ ഹെഡിങ്ങിന് കൊടുത്തു. ഇനി നോർമലായിട്ട് എഴുതുകയാണ്. 1 ഫ്രം ആൽക്കൈൻ. ഫ്രം ആൽക്കൈൻസ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് അല്ലേ? ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ് ആൽക്കൈൻ. 2 ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, വുഡ്സ് റിയാക്ഷൻ വഴി നമ്മൾ ആൽക്കെയിൻ ഉണ്ടാക്കിയായിരുന്നു. ഇനി ആൽക്കീൻ ഉണ്ടാക്കാൻ പോവാണ്. 3 ഫ്രം എഴുതിക്കോട്ടെ, ഫ്രം വിസ് ഡൈഹാലൈഡ്. വിസ് ഡൈഹാലൈഡ്. ആരും പേടിക്കരുത്, എന്താണ് വിസ് ഡൈഹാലൈഡ് എന്നറിയാതെ നമ്മൾ അതിലേക്ക് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങളുടെ പേടി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് വിസ് ഡൈഹാലൈഡ് എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടേ നമ്മൾ ആ റിയാക്ഷൻ നിങ്ങളോട് പറയുന്നുള്ളൂ. 4 ഫ്രം ആൽക്കഹോൾ. ഫ്രം ആൽക്കഹോൾ പഠിച്ചു വെച്ചോട്ടെ മക്കളെ. ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോളിൽ നിന്ന്, വിസ്നൽ ഡൈഹാലൈഡിൽ നിന്ന്, ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന്, ആൽക്കൈനിൽ നിന്ന് നമ്മൾ ഇനി ആരെ ഉണ്ടാക്കാൻ പോവാണ്? ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആയ ആൽക്കീൻസിനെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സമയം കളയുന്നില്ല, ഓരോരുത്തരായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഓരോരുത്തരാണ് ഇനി വരാനിരിക്കുന്ന സബ് ഹെഡിങ്ങുകൾ. 1 എഴുതിക്കോളൂ, ഫ്രം ആൽക്കൈൻ. ഫ്രം ആൽക്കൈൻ. ഫ്രം ആൽക്കൈൻസ് എഴുതി വെച്ചോട്ടോ. ഫ്രം ആൽക്കൈൻസ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ്. ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കി മാറ്റലാണ് ഇനി നമ്മുടെ ചർച്ച. കാര്യം ഉണ്ടാകുന്ന ആൾ ആൽക്കീൻ ആണല്ലോ, ഡബിൾ ബോണ്ട് ഉണ്ടാവണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. റിയേജൻസ് എന്ന് കൊടുത്തോട്ടാ, 2 എണ്ണം പഠിക്കാനുണ്ട്. ഒന്നാമത്തെ റിയേജൻറ്റ് ശരിക്കും പഠിച്ചോളണേ, ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്. എന്താണ് മക്കളെ? ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്. ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പലേഡിയം ബാർ കാർബൺ ആണ് ഒന്നാമത്തെ റിയേജൻറ്റ്. അപ്പോൾ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റിന് എഴുതുക ബ്രാക്കറ്റിൽ പലേഡിയം ബാർ കാർബൺ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓർ എന്നല്ല, പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ എന്നാണ് ഇത് വായിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഓമനിച്ച് ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് പേര് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു റിയേജൻറ്റ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയയാണ്. ആരാണ് മക്കളെ? സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. ഇതിലേതെങ്കിലും ഒരാൾ മതി ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കി മാറ്റാൻ. എക്സാമ്പിൾ പിടിച്ചോ. എക്സാമ്പിൾ ഞാനൊരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് കാണിച്ചു തരാം. CH ട്രിപ്പിൾ ബോണ്ട് CH. ഒരുപാട് കാർബണുകൾ വരച്ച് ബുദ്ധിമുട്ടാക്കുന്നില്ല, വെറും 2 കാർബൺ, അതിനിടയ്ക്കൊരു ട്രിപ്പിൾ ബോണ്ട്. ആരോ മാർക്കിന് മുകളിൽ കണ്ടു പലേഡിയം ബാർ കാർബൺ. ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ആണല്ലോ. ചിലപ്പോൾ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് പച്ചക്ക് എഴുതി വെക്കാം, അല്ലെങ്കിൽ പലേഡിയം ബാർ കാർബൺ എന്ന് കാണാം. 2 കണ്ടാലും എഫക്റ്റ് ഒന്നാണ്. സംഭവം സിമ്പിളാണ് മക്കളെ. CH ട്രിപ്പിൾ ബോണ്ട് CH എന്നത് C ഡബിൾ ബോണ്ട് C ആയി മാറും. ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ട് ആകും. ആവശ്യമുള്ള അത്ര ഹൈഡ്രജൻ ഇനി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കാർബണിൻ്റെ 2 വാലൻസി ഇപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി 2 വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യണം. ഈ കാർബണിനും ബാലൻസ് വരുന്ന 2 വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവ്ലി ഇവിടെ നടന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ തന്നെയാണ്. ആ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ചെയ്ത പണിയെടുത്തത് പലേഡിയമാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടായേക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഇഷ്ടം പോലെ ഹൈഡ്രജൻ കൊടുക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ പലേഡിയം ബാർ കാർബൺ എന്നത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി നിന്നത്. ഇവിടെ ഈ കാർബൺ ഇല്ലായിരുന്നെങ്കിൽ
പലേഡിയത്തിൻ്റെ പണി മാറുമായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ട്രിപ്പിൾ ബോണ്ടിന് പലേഡിയം ഒറ്റക്കാണെങ്കിൽ സിംഗിൾ ബോണ്ടാക്കി മാറ്റും. ഞാൻ ഇനി അതിവിടെ എഴുതിയിട്ട് ആകെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കിയാൽ മതി. പലേഡിയം ഒറ്റക്കാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറും. പലേഡിയത്തിൻ്റെ കൂടെ കാർബണും കൂടി ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്തായി മാറും? പറ. ഡബിൾ ബോണ്ടായി മാറും. അപ്പോൾ പലേഡിയം ബാർ കാർബൺ അഥവാ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് പണി പഠിച്ചു വെച്ചോ. അതേ ജോലി എടുക്കുന്ന ആളാണ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. ഒരു എക്സാമ്പിൾ കൂടി പഠിച്ചോ. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH കണ്ടോ? CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ആരോ മാർക്കിന് മുകളിൽ കണ്ടു സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. പഠിച്ചോ? സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. അപ്പം എന്താണോ പലേഡിയം ബാർ കാർബൺ എടുത്തത് അതേ പണി സോഡിയം ബാർ ലിക്വിഡ് അമോണിയ എടുക്കും. എന്താണ് ആ പണി? CH3 അങ്ങനെ തന്നെ ഉണ്ടാകും. കാര്യം അയാൾ ട്രിപ്പിൾ ബോണ്ടുമായി ബന്ധമില്ലാത്ത ആളാണ്. ഈ കാർബണും ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. അവർക്കിടയിലുള്ള ട്രിപ്പിൾ ബോണ്ട് ഇനി മുതൽ ഡബിൾ ബോണ്ടായിട്ട് അറിയപ്പെടും. ആ ഡബിൾ ബോണ്ട് എഴുതി കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ ഉണ്ടാകും. CH3 CH ഡബിൾ ബോണ്ട് CH2. എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇവിടെ സ്റ്റാർ ഇട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി പറയുന്ന ഡയലോഗ് സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചോളൂ. If the alkene formed ഇവിടെ ഉണ്ടായ ആൽക്കീൻ. ഓക്കെ. if the alkene formed can show geometrical isomerism. ഇവിടെ ഉണ്ടായ ആൽക്കീനിന് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ, എന്താ പറഞ്ഞത്? ഇഫ് ദ ആൽക്കീൻ ഫോംഡ് ക്യാൻ ഷോ ജിയോമെട്രിക്കൽ ഐസോമറിസം. ഇവിടെ ഉണ്ടായ ആൽക്കീനിന് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ കോമയിട്ടിട്ട് എഴുതിക്കോളൂ. ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് വിൽ ഗീവ് സിസ് ഐസോമർ ആൻഡ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വിൽ ഗീവ് ട്രാൻസ് ഐസോമർ. എന്താ പറഞ്ഞേ? ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് വിൽ ഗീവ് സിസ് ഐസോമർ ആൻഡ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വിൽ ഗീവ് ട്രാൻസ് ഐസോമർ. അതെന്താന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മക്കളെ ഇവിടെ ബോർഡിലോട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിരുന്നോളൂ. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ഇദ്ദേഹം ആരാണ്? 2-പ്രൊപ്പൈൻ എന്ന് പറയുന്ന ആളാണ്. 2-പ്രൊപ്പൈനിൻ്റെ മുകളിൽ നിങ്ങൾ പലേഡിയം ബാർ കാർബൺ കണ്ടു, ഓർ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ കണ്ടു. സോഡിയം ബാർ ലിക്വിഡ് അമോണിയ കണ്ടു. രണ്ട് കണ്ടാലും അതിൻ്റെ റിയാക്ഷൻ സെയിം ആണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു വ്യത്യാസവും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. എന്താ സംഭവിച്ചത്? ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ടായി. ആവശ്യമുള്ളത്ര ഹൈഡ്രജൻ വെച്ച് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ തോന്നുമെങ്കിലും, പലേഡിയം ബാർ കാർബൺ ചെയ്യുന്നതും സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ചെയ്യുന്നതും ഒരേ പണിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഞാനിവിടെ ഈ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇഫ് ദ ആൽക്കീൻ ഫോംഡ് ക്യാൻ ഷോ ജിയോമെട്രിക്കൽ ഐസോമറിസം. ഉണ്ടായി വന്ന ആൽക്കീനിന് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റൂല. ഇവിടെയും ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റൂല. ആരാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്നവൻ, ആരാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റാത്തവൻ എന്ന ചർച്ച ഓർഗാനിക് കെമിസ്ട്രിയിലെ ഐസോമറിസം എന്ന ഹെഡിങ്ങിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ 2 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ആളുകൾക്ക് മാത്രമേ ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. അവിടെ പോയി നോക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സമയം കളയുന്നില്ല. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിനും ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റൂല. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള 2-ബ്യൂട്ടീൻ എന്ന് പറയുന്ന ആൾ ആരാണ്? 2-ബ്യൂട്ടീൻ എന്ന് പറയുന്ന ആൾക്ക് ജിയോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. 2-ബ്യൂട്ടീൻ വെച്ച് തന്നെയാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു തന്നത്? ജിയോമെട്രിക്കൽ ഐസോമറിസം പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വ്യത്യാസമൊന്നും തോന്നുന്നില്ലെങ്കിലും ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതേ ശ്രദ്ധിച്ച് കണ്ടോളൂ. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. ഈ എഴുതിയ അതേ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ ഇത്.
ഇതിലേക്ക് ഞാൻ പഠിച്ചോളൂ, പലേഡിയം ബാർ കാർബൺ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ്, അതുപോലെ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്റ്റ് എന്നത് ഒന്ന് വിശാലമായി കാണിച്ചു തരാൻ പോവാണ്. ഇവരുടെ ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ ടേമിൽ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. മക്കളെ, 2-ബ്യൂട്ടീനിൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം ഞാൻ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. 2-ബ്യൂട്ടീനിൻ്റെ സിസ് ഐസോമറാണ് ഞാൻ ആദ്യം ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. സിസ് ഐസോമർ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണുകളെ ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇയാളുമാണല്ലോ ഡബിൾ ബോണ്ടഡ് കാർബൺ. ആ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ ബാലൻസ് ഉള്ള 2 വാലൻസികളെ ഞാനിത് ഇങ്ങനെ ലിങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നോട് പറ, ഈ കാർബണിൻ്റെ 2 വാലൻസി, ഇതാണല്ലോ ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ, അദ്ദേഹമാണ് ഇദ്ദേഹം. അതിൻ്റെ ബാക്കി 2 വാലൻസി, ഒന്ന് ഈ CH3യിലേക്കാണ്, മറ്റൊന്ന് ഈ ഹൈഡ്രജനിലേക്കാണ്. അപ്പം ഞാൻ ഇവിടെ ഹൈഡ്രജൻ എഴുതി, പിന്നെ ഒന്നാരാണ് CH3 എഴുതി. അതുപോലെ ഈ ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇദ്ദേഹമാണ് ഇദ്ദേഹം. ഈ കാർബണിൻ്റെ ബാക്കിയുള്ള 2 വാലൻസിയിൽ ഒന്ന് ഈ ഹൈഡ്രജനിലേക്കാണ്, മറ്റൊന്ന് ഈ CH3യിലേക്കാണ്. ആ എച്ചും CH3യും ഞാൻ ഇവിടെ ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യണം? സിസ് ഐസോമർ വരുന്ന രൂപത്തിൽ ഫില്ല് ചെയ്യണം. സിസ് ഐസോമർ എന്ന് പറഞ്ഞാൽ ഈ എച്ചിൻ്റെ നേരെ ഇവിടെയും എച്ച്, ഈ CH3യുടെ നേരെ ഇവിടെയും CH3. ഇങ്ങനെ എഴുതുമ്പോഴാണല്ലോ നമ്മൾ അതിന് എന്ത് പേര് വിളിക്കുക? സിസ് ഐസോമർ എന്ന് പേര് വിളിക്കുക. അപ്പോൾ പലേഡിയം ബാർ കാർബൺ ആണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഡബിൾ ബോണ്ടായി മാറുന്നതൊക്കെ ശരി തന്നെ. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സിസ് ഐസോമർ മാത്രമേ തരൂ ആര്? ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്. അതിൻ്റെ ട്രാൻസ് ഐസോമർ മാത്രമേ തരൂ ആര്? സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. അപ്പോൾ ഇനി സമയം കളയാതെ ഞാൻ ഇതിൻ്റെ ട്രാൻസ് ഐസോമർ വരച്ച് കാണിച്ചു തരാം. ഡബിൾ ബോണ്ടഡ് കാർബണുകളും അവരുടെ വാലൻസി കംപ്ലീറ്റ് ആക്കാനുള്ള ബാക്കി 2 ബോണ്ടുകളും കാണിച്ചിട്ടുണ്ട്. എച്ച് ഇവിടെ, CH3 ഇവിടെ കാണിച്ചു. അപ്പുറത്തുള്ള എച്ചും CH3യും നേരെ ഇനി പൊസിഷൻ മാറ്റി പറയണം. എച്ച് നിന്നിടത്ത് CH3യും CH3 നിന്നിടത്ത് എച്ചും വന്നാലാണ് ഒരേപോലെയുള്ള വാലൻസികൾ ഓപ്പോസിറ്റ് സൈറ്റിലല്ലേ വന്നേ. അപ്പോഴാണല്ലോ നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കുക? പറ. ട്രാൻസ് ഐസോമർ എന്ന് പേര് വിളിക്കുക. അപ്പം നിങ്ങൾ ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് പലേഡിയം ബാർ കാർബൺ ഇട്ടാലും സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഇട്ടാലും അത് ഡബിൾ ബോണ്ടായി മാറും. അപ്പം ആൽക്കീൻ ഉണ്ടാകും. ഉണ്ടായ ആൽക്കീനിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ 2 ആളുകൾ തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. കാണിക്കാൻ പറ്റൂലെങ്കിൽ അവർ സെയിം ആണ്. ദേ ഇവിടെ കണ്ട പോലെ 2 പേരും ഒരേ പണിയാണ് എടുക്കുക. എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് ആ ഡിഫറൻസ്? പലേഡിയം ബാർ കാർബൺ അഥവാ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് വിൽ ഗീവ് സിസ് ഐസോമർ ആൻഡ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ വിൽ ഗീവ് ട്രാൻസ് ഐസോമർ. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നേരത്തെ ഒരു സ്റ്റാർ ഇട്ട് നിങ്ങൾ അവിടെ എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് 2ാമത്തെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഈ സാധനം പെട്ടെന്ന് എഴുതി വെക്കും. എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആൽക്കീൻ ഉണ്ടാക്കുന്നത് 2ാമത്തെ മെത്തേഡിലാണ്. 1ാമത്തെ മെത്തേഡ് നമ്മൾ ഇവിടെ കഴിഞ്ഞു. ആര്? ആൽക്കൈനിൽ നിന്ന് എങ്ങനെ ആൽക്കീൻ ഉണ്ടാക്കാം, തീർന്നു. 2ാമത്തത് എടുത്ത് എഴുതുന്നു. നോർമൽ നമ്പർ 2 കൊടുക്കുക. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആൽക്കെയിൻസ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ R, ക്യാപിറ്റൽ ലെറ്റർ X എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്, X എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് ഒരു ഹാലജൻ ലിങ്ക് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പേര് വിളിക്കുക. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനു മുമ്പ് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ഉണ്ടാക്കാനുള്ള റിയേജൻറ്റ് ഏതാണ് എന്ന് പഠിച്ചു വെച്ചോട്ടാ. റിയേജൻറ്റ് പഠിച്ചു വെച്ചോളണേ. ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH നിന്നും മുഴുവനായിട്ട് എഴുതണേ. ഞാൻ മടിയനായതുകൊണ്ടും മാർച്ച് മാസത്തും കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതേണ്ടത് ഞാനല്ലാത്തത് കൊണ്ടും ആൽക്കഹോളിക് KOH ഞാൻ ഇങ്ങനെ എഴുതും. നിങ്ങളത് നീട്ടി എഴുതിക്കൊള്ളണം. ആൽക്കഹോളിക് KOH റിയേജൻറ്റ്. അവിടെ നടക്കുന്ന റിയാക്ഷന് നമ്മളൊരു പേര് വിളിക്കും. റിയാക്ഷനെ വിളിക്കുന്ന പേര്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ഉണ്ടാകുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ശരിക്കും പഠിച്ചു വെച്ചോളണേ. ഇറ്റ് ഈസ് കോൾഡ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഒന്നുമില്ല മക്കളെ, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന വാക്കിന് കുറച്ച് നീളം കൂടുതലാണെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. ഡി എന്ന് പറഞ്ഞാൽ
റിമൂവൽ ആണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചതാണ്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, രണ്ടുപേരെ ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. ആരാണ്? ഒരു ഹൈഡ്രജനെയും ഒരു ഹാലോജനെയും നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അതായത് ഒരു -HX ആണ് ഇവിടെ സംഭവിക്കുക. മൈനസ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ആണ്, H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്, X എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ്. നോക്കിയിട്ട് പറഞ്ഞോ, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. പഠിച്ചോ? അപ്പോൾ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഓർ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ബീറ്റ എലിമിനേഷൻ. പഠിച്ചോ മക്കളെ? ബീറ്റ എലിമിനേഷൻ എന്നൊരു പേര് കൂടിയുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പറുകൾ നിങ്ങൾക്ക് അറിയാലോ. അതിലെ ബീറ്റ എലിമിനേഷൻ. എന്തുകൊണ്ടാണ് ഈ റിയാക്ഷനെ ബീറ്റ എലിമിനേഷൻ എന്ന് വിളിച്ചത് എന്ന് ഞാൻ റിയാക്ഷൻ കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നേരെ എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ് മക്കളെ. എക്സാമ്പിൾ എൻ്റെ കൂടെ നിങ്ങൾ നോട്ട് എഴുതി വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ആൽക്കൈൽ ഹാലൈഡിന് ഞാനിവിടെ എക്സാമ്പിൾ എഴുതാണ്, ശ്രദ്ധിച്ച് കണ്ടോളൂ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് Cl, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് Cl. ഇത്രയും പാർട്ടിനെ, CH3 CH2 എന്ന പാർട്ടിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ജനറലായിട്ട് R എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇയാളാണ് ഇവിടുത്തെ ഹാലോജൻ, X എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ആരോ മാർക്കിന് മുകളിൽ കണ്ടു ആരാണ് റിയേജന്റ്? പറ. ആൽക്കഹോളിക് KOH ആണ് റിയേജന്റ്. ആൽക്കഹോളിക് KOH ആണ് റിയേജന്റ്. മക്കളെ നന്നായി പഠിച്ചു വെച്ചോ. ആൽക്കഹോളിക് KOH വന്നു കഴിഞ്ഞാൽ നടക്കുന്ന ഒരേ ഒരു റിയാക്ഷനാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. അപ്പോൾ എവിടെ ആൽക്കഹോളിക് റിയേജന്റ്, ആൽക്കഹോളിക് KOH റിയേജന്റ് ആയിട്ട് വന്നാലും അവിടെ എല്ലാം ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ് സംഭവിക്കുന്നത്. വൺ ആൻഡ് ഓൺലി റിലേഷൻ ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടത്തണമെങ്കിൽ ആൽക്കഹോളിക് KOH വിചാരിക്കുക തന്നെ വേണം. ആൽക്കഹോളിക് KOH ഇല്ലാതെ ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ഇനി റിയാക്ഷൻ്റെ പേരും റിയാക്റ്റൻറ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് KOH എന്ന് നിങ്ങൾ കണ്ടോ, മനസ്സിലേക്ക് വരണം എന്ത്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഒരു വീഡിയോ കാണുന്ന ലാഘവത്തോടെ ഇരുന്ന് കാണരുത്. നമ്മളുടെ പുതിയ സാഹചര്യത്തിൽ നിർബന്ധിതമായിട്ട് മറ്റു സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് നമ്മളിത് ഓൺലൈൻ ക്ലാസ് ആയിട്ട് എടുത്തു തരുന്നതാണ്. അതുകൊണ്ട് ഇതിനൊരു വീഡിയോയുടെ ലാഘവത്തിൽ നിന്ന് മാറി ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ചുണ്ടുകൾ ഇളകണം. ആൽക്കഹോളിക് KOH കാണുമ്പോൾ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് എന്നൊക്കെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങൾക്കറിയാം എൻ്റെ മുമ്പിൽ ഇപ്പോൾ ആരും ഇല്ല എന്ന്. നിങ്ങൾക്കറിയാം നിങ്ങൾ അവിടുന്ന് പറഞ്ഞാലും ഇല്ലേലും ഞാൻ അറിയില്ല എന്ന്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സംഭവം നിലനിർത്താൻ വേണ്ടി എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ എന്തായിരിക്കണം? ലൈവായിട്ടിരിക്കണം. ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങളും എന്നോട് അതിൽ പങ്കുചേരണം. ആൽക്കഹോളിക് KOH എന്ന് കണ്ടാൽ ഏതാ റിയാക്ഷൻ? പറ. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. പഠിച്ചോ? അപ്പോൾ ഇനി പറ, ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ്. ഇവിടെ ഒരു HX റിമൂവ് ചെയ്യണം. ഇതാണല്ലോ ഇപ്പോൾ പ്രശ്നം. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ HX പോകണം. H പോകും, ഓക്കെ. X എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? X എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാലോജൻ ആണ് അല്ലേ? ഇവിടുത്തെ ഹാലോജൻ ക്ലോറിൻ ആയതുകൊണ്ട് HX എന്ന് ജനറൽ ആയിട്ട് പറഞ്ഞതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് HCl എന്ന് പറയാം. HXന് എക്സാമ്പിൾ ആണല്ലോ HCl. ആ ക്ലോറിൻ ഇവിടെ ഹാലോജൻ ക്ലോറിൻ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് HCl ഇവിടുന്ന് പോകണം. മക്കളെ ഈ ക്ലോറിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. നന്നായി പറയണം, ഞാൻ പറയണത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളണേ. ആ ക്ലോറിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ആ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഉണ്ടല്ലോ, ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ആൽഫ കാർബൺ കഴിഞ്ഞിട്ട് വരുന്ന കാർബണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. പറ മക്കളെ, ആൽഫ കാർബൺ കഴിഞ്ഞു വരുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. ഇവിടെ ക്ലോറിൻ ഇവിടെ നിന്ന് പോകും, അതിൽ സംശയമൊന്നുമില്ല. ആൽഫ കാർബണിൽ നിന്ന് ക്ലോറിൻ പോകും. ആൽഫ കാർബണിലും ബീറ്റ കാർബണിലും ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ശരിയല്ലേ? ആൽഫ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ബീറ്റ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ഏതോ ഒരു ഹൈഡ്രജൻ, ടോട്ടൽ ഇവിടെ 5 ഹൈഡ്രജൻ ഉള്ളതിൽ ഏതോ ഒരു ഹൈഡ്രജൻ ഈ ക്ലോറിൻ്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. -HCl ആണല്ലോ, ഒരു ഹൈഡ്രജൻ പോണം. അതെവിടെ നിന്നാണ് പോകുന്നത് എന്നാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യം.
ആ ഹൈഡ്രജൻ എവിടെ നിന്ന് പോകുന്നു, ക്ലോറിൻ എവിടെ നിന്ന് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് ഡൗട്ടില്ല. കാര്യം ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെ ആൽഫ കാർബൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൽഫ കാർബണിൽ നിന്നാണ് ക്ലോറിൻ പോവുള്ളൂ. ബീറ്റ കാർബണിലാണോ ആൽഫ കാർബണിലാണോ ഹൈഡ്രജൻ പോകുന്നത് എന്നതൊരു പ്രശ്നമാണ്. കാര്യം രണ്ടിടത്തും ഹൈഡ്രജൻ ഉണ്ട്, രണ്ടിടത്തും ക്ലോറിൻ ഇല്ല. ക്ലോറിൻ ഉള്ളത് എവിടെ മാത്രമാണ്, ആൽഫയിൽ മാത്രമാണ്. അതുകൊണ്ട് അതിൽ ഡൗട്ടില്ല. ഹൈഡ്രജൻ പോകുന്നിടത്താണ് ഡൗട്ട്. പഠിച്ചു വെച്ചോ മക്കളെ, ഹൈഡ്രജൻ പോകുന്നത് ബീറ്റ കാർബണിൽ നിന്നാണ്. ഹൈഡ്രജൻ പോകുന്നത് എവിടെ നിന്നാണ് പറ, ബീറ്റ കാർബണിൽ നിന്നാണ്. ഇവിടെ ഒരു ഹൈഡ്രജനെ കണ്ടോ നിങ്ങൾ? ഈ ഹൈഡ്രജന്റെ താഴെ ഞാനൊരു റെഡ് കളർ കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ഏതാണ്? ബീറ്റ കാർബണിലെ ഒരു ഹൈഡ്രജനാണ്. പഠിച്ചോ? 3 ഹൈഡ്രജനിൽ ഏതോ ഒന്ന് ആണ് ക്ലോറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഹൈഡ്രജൻ പോയത്, എവിടെ നിന്നാണ് ക്ലോറിൻ പോയത് എന്ന് ഉറപ്പിച്ചു വെച്ചോ. ആൽഫ കാർബണിൽ നിന്ന് ക്ലോറിൻ പോയി, ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയി. ഇതിൽ ഏതാ ഡൗട്ട്? ഹൈഡ്രജൻ്റെതാണ് ഡൗട്ട്. കാരണം എന്താ, ആൽഫയിലും ബീറ്റയിലും ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയണം. ബീറ്റയിൽ നിന്നാണ് പോകുന്നത്. ദാറ്റ് ഈസ് വൈ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ആസ് ബീറ്റ എലിമിനേഷൻ. ബീറ്റയിൽ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല സാറേ ഹൈഡ്രജൻ മാത്രമല്ലല്ലോ ക്ലോറിനും പോകുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അതും കൂടി വെച്ചിട്ട് എടാ മോനെ, ക്ലോറിൻ പോകുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് സംശയമില്ല. ക്ലോറിൻ ആൽഫയിലല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ആൽഫയിലേ ക്ലോറിൻ പോവുള്ളൂ. പക്ഷെ ബീറ്റ ഹൈഡ്രജൻ എവിടെ നിന്ന് പോകുന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. ആ സംശയം തീർക്കാനാണ് ഈ പേര് കൊടുത്തത് ബീറ്റ എലിമിനേഷൻ. കഴിഞ്ഞു. ഇനി എന്നോട് പറ, ബീറ്റ കാർബണിൽ ഇനി ആരുണ്ട്? ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി CH2 ഉണ്ട് അല്ലേ? CH3 ഉണ്ടായിരുന്നു, ഇനി CH2 സിംഗിൾ ബോണ്ട്. ഇവിടെ ഇനി ആരുണ്ട്? ഒരു CH2 ഉണ്ട്, ശരിയല്ലേ? അവിടെ ഉണ്ടായിരുന്ന ക്ലോറിനും പോയല്ല, ബാക്കി ആരുമില്ല. കഴിഞ്ഞു. CH2 സിംഗിൾ ബോണ്ട് CH2. എന്തോ ഒരു പ്രശ്നമില്ലേ? ആ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ കാർബണിനും ഇപ്പോൾ ഓരോ വാലൻസിയുടെ കുറവുണ്ട്. ഓരോ വാലൻസിയുടെ കുറവുണ്ട്. കാർബണിന് 4 ആണല്ലോ വാലൻസി, അതിൽ 1 ഈ ബോണ്ടാണ്, മറ്റ് 2 ഈ ഹൈഡ്രജനാണ്. ടോട്ടൽ 3 ആയിട്ടുള്ളൂ. 4 1ന്റെ കുറവുണ്ട്. ഈ കാർബണിനുണ്ട്, ഈ കാർബണിനുണ്ട്, ശരിയല്ലേ? ഈ കാർബണിന് 3 വാലൻസി കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ഞാനൊരു നിയമം പറയുന്നത് മരണം വരെ നിങ്ങൾ മറക്കരുത് മക്കളെ. ഓരോ വാലൻസിയുടെ കുറവുള്ള ഓരോ വാലൻസിയുടെ കുറവുള്ള 2 ആറ്റങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി പ്രയാസവും പരിഭവവും ബുദ്ധിമുട്ടും പട്ടിണിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കൊന്നുമില്ല. ഈ കാർബൺ പറയണം എനിക്കൊരു വാലൻസിയുടെ കുറവുണ്ട്, ഈ കാർബൺ പറയണം എനിക്കൊരു വാലൻസിയുടെ കുറവുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ 2 പേരും അങ്ങനെ വാലൻസിയുടെ കുറവ് സംസാരിച്ച് അങ്ങനെ ഇരിക്കാം. അവരങ്ങനെ ആ വിഷമം അങ്ങനെ കാലാകാലത്തേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവരെന്ത് ചെയ്യും? അവരുടെ 2 പേരുടെയും വാലൻസി കംപ്ലീറ്റ് ആക്കാൻ ഈ സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ടാക്കി മാറ്റും. സിംഗിൾ ബോണ്ട് അങ്ങോട്ട് ഡബിൾ ബോണ്ടായി കഴിഞ്ഞാൽ 2 പേരുടെയും വാലൻസി കംപ്ലീറ്റ് ആയല്ലോ. മനസ്സിലായോ? സിംഗിൾ ബോണ്ടിനെ അവരെന്താക്കി മാറ്റും? പറ, ഡബിൾ ബോണ്ടാക്കി മാറ്റും. കഴിഞ്ഞു. അപ്പോൾ ആൽക്കീൻ ഉണ്ടായി. ആൽക്കീൻ അല്ലേ ഉണ്ടായത്? എത്തീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇവിടെ ഉണ്ടായത്. എത്തീൻ പഠിച്ചല്ലോ. എത്തീൻ ഉണ്ടായത് എവിടെ നിന്നാണ്? ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ഇവിടെ തീരുന്നു. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് പഠിച്ചല്ലോ മക്കളെ. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എഴുതി വെച്ചോ, ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോ. If there are 2 types of beta carbon, if there are 2 types of beta carbon, if there are 2 types of beta carbon, 2 തരത്തിലുള്ള ബീറ്റ കാർബൺ ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിട്ടേക്ക് അത് എഴുതി വെച്ചാൽ മതി. If there are 2 types of beta carbon, elimination of hydrogen take place from elimination of hydrogen takes place from എവിടെ നിന്നാണെന്ന് അറിയാം? ഫ്രം കാർബൺ ഹാവിങ് ഫ്രം ഇങ്ങനെ എഴുതും. ഫ്രം ബീറ്റ കാർബൺ ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഫ്രം ബീറ്റ കാർബൺ ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ബീറ്റ കാർബൺ ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. എന്താണ് ആ പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കണ്ടോളണേ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഈ CH2 അല്ല, അത് CH ആണ്. ആ CHൽ ഒരു ഹാലജൻ ഉണ്ട്. ഇതിലൊരു ഹാലജൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഹാലജൻ, ബ്രോമിൻ ആയിക്കോട്ടെ.
ബ്രോമിൻ എന്ന് പറയുന്ന ഒരു ഹാലജൻ ഉണ്ട്. ഇത് ഞാൻ വൈറ്റ് കളറിൽ തന്നെ കാണിക്കാം. ഓക്കെ, ബ്രോമിൻ. ഓക്കെ, ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ കാണുകയാണ് എന്ത്? ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH കണ്ടു. ആൽക്കഹോളിക് KOH എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ റിയാക്ഷൻ -HX ആണ്. HX എന്ന് പറഞ്ഞാൽ ഇവിടെ Br ആയതുകൊണ്ട്, ബ്രോമിൻ ആയതുകൊണ്ട് HBr, -HBr, ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ബ്രോമിനെ ഞാൻ യെല്ലോ കളർ കൊണ്ടൊന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബണിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ആൽഫ എന്ന് പേര് വിളിക്കും. അതിലാർക്കും ഡൗട്ടില്ല. ഈ ആൽഫ കാർബണിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിനെയാണ് ബീറ്റ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആൽഫ കാർബണിന് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും കാർബൺ ഉണ്ട്. റൈറ്റിലോട്ട് പോയാലും ഒരു ബീറ്റ ഉണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ബീറ്റ എന്ന് കൊടുത്തു. ലെഫ്റ്റിലോട്ട് പോയാലും വേറൊരു ബീറ്റ ഉണ്ട്. ഇതിനെ ഞാൻ ബീറ്റ എന്ന് കൊടുത്തു. ഇത് രണ്ടും ബീറ്റ തന്നെയാണ്. ഇവിടെ ബീറ്റ കാർബണിൻ്റെ കൂടെ 3 ഹൈഡ്രജൻ അല്ലേ? ഇവിടെ ബീറ്റ കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ ഈ 2 ബീറ്റയും ഒരുപോലെയല്ല. ഈ ബീറ്റയിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, ഈ ബീറ്റയിൽ 2 ഹൈഡ്രജൻ ഉള്ളൂ. അതാണ് ഇഫ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ബീറ്റ കാർബൺ എന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ സെന്റൻസിൽ തന്നത്. 2 ടൈപ്പിലുള്ള ബീറ്റ കാർബൺ ഉണ്ടെങ്കിൽ, ഇവിടെ 2 ടൈപ്പിലും ഉണ്ട്. ഇത് CH2 ആണ്, ഇത് CH3 ആണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ β1 എന്നും ഇതിനെ β2 എന്നും സ്പെസിഫിക് ആയിട്ട് നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ് മക്കളെ, β1 നിന്നാണോ β2 നിന്നാണോ ഹൈഡ്രജൻ പോവുക? ഹൈഡ്രജൻ പോകുന്നത് ബീറ്റ എന്നാണെന്ന് നമുക്കറിയാം. 2 ടൈപ്പ് ബീറ്റ വന്നാൽ എവിടെ നിന്ന് പോകും? എല്ലായിടത്തുനിന്നും പോകാൻ പറ്റൂല, ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്നേ പോകുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയാം, β1 നിന്ന് പോയാലുള്ള എലിമിനേഷൻ പ്രൊഡക്റ്റ് ഞാനിവിടെ കാണിച്ചു തരും. അതുപോലെ β2 നിന്ന് പോവുകയാണെങ്കിലുള്ള എലിമിനേഷൻ പ്രൊഡക്റ്റും ഞാനിവിടെ കാണിച്ചു തരും. β1 എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ? അപ്പം ഇതിൽ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ β2 നോക്കണ്ട, β1 മാത്രം നോക്കിയാൽ മതി. β1 നിന്ന് ഹൈഡ്രജൻ പോകുന്നു, ആൽഫയിൽ നിന്ന് ബ്രോമിൻ പോകുന്നു. അങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഈ CH3 കഥയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, അത് അവിടെ തന്നെ ഉണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH എന്നേ ഇനി ഉണ്ടാവുള്ളൂ അല്ലേ? CH, കാര്യം ഇത് β1 ആണ്. ആ β1 നിന്നാണ് ഇപ്പോൾ ഹൈഡ്രജൻ്റെ എലിമിനേഷൻ പോകുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ 2 ഉണ്ടായിരുന്ന ഹൈഡ്രജനിൽ 1 പോയി, ഇനി CH ഉള്ളൂ. സിംഗിൾ ബോണ്ട്, ഇതേ ഞാൻ സിംഗിൾ ബോണ്ട് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് CH ആണ്, ശരിയല്ലേ? CH താഴോട്ടുണ്ടായിരുന്ന ബ്രോമിൻ പോകും, ശരിയല്ലേ? ഈ ബ്രോമിനും ഈ ഹൈഡ്രജനുമാണ് ഇവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് സിംഗിൾ ബോണ്ട് കഴിഞ്ഞിട്ടുള്ള CH3 ആണ്, അത് β2 ആണ്. β2 ഈ റിയാക്ഷനിൽ പ്രത്യേകിച്ച് പങ്കൊന്നും വഹിക്കുന്നില്ല. 2 ടൈപ്പും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇനി പറ, വാലൻസി കുറവുള്ള ആളുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ആർക്കൊക്കെയാണ് വാലൻസി കുറവ്? 2ാമത്തെയും 3ാമത്തെയും കാർബണിലാണ് ഇപ്പോൾ എലിമിനേഷൻ നടന്നത്. അതുകൊണ്ട് അവർക്കിടയിലാണ് എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക. ഉണ്ടായ പ്രൊഡക്റ്റിനൊരു പേര് പറ. ഉണ്ടായ പ്രൊഡക്റ്റിൻ്റെ പേരാണ് 2-ബ്യൂട്ടീൻ, ശരിയല്ലേ? 2-ബ്യൂട്ടീൻ. ഇനി പറ, സ്പീഡിൽ പറയണേ. β2 നിന്നാണ് എലിമിനേഷൻ നടക്കുന്നത് എങ്കിലുള്ള പ്രൊഡക്റ്റാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി β2 നിന്നാണ് പോകുന്നത്. ഏതെങ്കിലും ഒന്നേ നടക്കൂ, അല്ല ഏതെങ്കിലും ഒന്നല്ല, ഏതാണ് നടക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരും. ഇത് β2 നിന്ന് നടക്കുകയാണെങ്കിലുള്ള പോസിബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ β1 നോക്കണ്ട, β1 നിന്ന് ആ സമയത്ത് നടക്കുന്നില്ല എന്ന് വിശ്വസിക്കും. അപ്പോൾ ഇവിടെ ആരുണ്ട്? CH3 ഉണ്ട്, കഥയൊന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് β1 ഉണ്ട്, CH2, അതിലെ മുഴുവൻ ഹൈഡ്രജനും നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ എലിമിനേഷൻ നടക്കുന്നത് β2 നിന്നാണ്. ആൽഫയിൽ നിന്ന് ബ്രോമിൻ പോകുന്നു, ബാക്കി CH ഉണ്ടാകും. ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നു, ബാക്കി CH2 ഉണ്ടാവും, ശരിയല്ലേ? 3 ഹൈഡ്രജൻ ഉള്ളതിൽ ഇനി CH2 ഉണ്ടാകും. അപ്പോൾ CH സിംഗിൾ ബോണ്ട് പറ, CH2 എന്നല്ലേ ഉണ്ടാവുക? CH ഈ ബ്രോമിൻ പോയല്ലോ, ബാക്കി CH2. വാലൻസി കുറവ് വന്നത് ഈ കാർബണുകൾക്കിടയിലാണ്, അവസാനത്തെ ഈ 2 കാർബണുകൾക്കിടയിലാണ്. അപ്പോൾ അവരുടെ വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? അതിനിടയിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇയാളുടെ പേരെന്തായിരിക്കും മക്കളെ? 1-ബ്യൂട്ടീൻ എന്നായിരിക്കും, ശരിയല്ലേ? 1-ബ്യൂട്ടീൻ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ നമ്പർ ചെയ്യുക, അങ്ങനെയാണല്ലോ ഞാൻ നെയിമിങ്ങിൽ നിങ്ങളെ പഠിപ്പിച്ചത്. 1-ബ്യൂട്ടീൻ. ഇതിലേതാണ് പ്രൊഡക്റ്റ്? ഏതാണ് പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മക്കളെ എന്നെ വിശ്വസിച്ചേക്കണേ, ഇത് രണ്ടും ഉണ്ടാവും. ഏതാണെന്നുള്ളത് നമ്മൾ ഒന്നിനെ മാത്രം പറയണ്ട, രണ്ടും ഉണ്ടാവും. β1 β2 ഉണ്ടെങ്കിൽ 2 നിന്നും എലിമിനേഷൻ നടക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതിലാണോ ഹൈഡ്രജൻ കുറവ്, ഓൾറെഡി ഹൈഡ്രജൻ കുറവ്, അതായത് β1 2 ഹൈഡ്രജനും β2 3 ഹൈഡ്രജനും ആണല്ലോ ഉള്ളത്. ഏതിലാണ് ഹൈഡ്രജൻ കുറവ്?
ബീറ്റ 1 അവിടെ നിന്ന് എലിമിനേഷൻ നടക്കലാണ് കൂടുതൽ ഉണ്ടാവുക. അതാണ് ഞാൻ നിങ്ങൾക്ക് ആ സെന്റൻസ് എഴുതി തന്നത്. എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്സ് പ്ലേസ് ഫ്രം ബീറ്റ കാർബൺ ഹാവിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. കുറവ് ഹൈഡ്രജൻ ഉള്ളത് ബീറ്റ 1 കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത് ബീറ്റ 2 എവിടെയാണോ കുറവ് അവിടെ നിന്നാണ് ഹൈഡ്രജൻ വീണ്ടും റിമൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ ബീറ്റ 1 നിന്ന് ഹൈഡ്രജൻ പോയാലുള്ള ഈ പ്രൊഡക്റ്റ് 2-ബ്യൂട്ടീനാണ്. ബീറ്റ 2 നിന്ന് ഹൈഡ്രജൻ പോയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് അഥവാ 1-ബ്യൂട്ടീനേക്കാളും കൂടുതൽ ഉണ്ടാവുക. കൂടുതൽ കുറവ് എന്നേ പറയേണ്ടതുള്ളൂ, ഇയാൾ മാത്രം എന്ന് നിങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതി മേജർ പ്രൊഡക്റ്റ് എഴുതി വെച്ചോട്ടാ. എന്താണ് മേജർ പ്രൊഡക്റ്റ്? ഇതിനെ വിളിക്കും മൈനർ പ്രൊഡക്റ്റ്. ഇത് മൈനർ പ്രൊഡക്റ്റ് ആണ്, മറ്റേത് മേജർ പ്രൊഡക്റ്റ്. പഠിച്ചോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീനിലെ മൂന്നാമത്തെ ഹെഡിങ്. 2 തീർന്നു. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ഉണ്ടാക്കി. മൂന്നാമത്തത് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. എടുത്തെഴുതും 3. ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. ഫ്രം വിസ് ഡൈഹാലൈഡ് എന്ന് ഷോർട്ടാക്കി പറയും. വിസ് ഡൈഹാലൈഡ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് വിസ് ഡൈഹാലൈഡ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ശ്രദ്ധിച്ച് കണ്ടോളണേ മക്കളെ. ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ 2 ഹാലജൻ ഉണ്ടാവുക എന്നാണ് അർത്ഥം. സപ്പോസ് ഞാൻ ഇവിടെ ഒരു കാർബൺ കൊടുത്തിട്ടുണ്ട്. ഈ കാർബണിൽ 2 ഹാലജൻ ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി 2 ഹാലജൻ ഫിറ്റ് ചെയ്യുകയാണേ. അപ്പോഴാണല്ലോ നമ്മൾ ഡൈഹാലൈഡ് എന്ന് പേര് വിളിക്കുക. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ 2 ഹാലജനെയും ഞാൻ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരേ കാർബണിലാണ്. എങ്ങനെ? 2 ഹാലജനെയും ഞാൻ ഒരു കാർബണിലാണ് ഫിറ്റ് ചെയ്തത്. ഇവിടെ ഒരു ഹാലജൻ, ഇവിടെ ഒരു ഹാലജൻ. ഹാലജനെ എക്സ് എന്നാണല്ലോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 2 ഹാലജനെയും ഒരേ കാർബണിലേക്ക് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇനി ഞാൻ വരയ്ക്കുന്ന ഒരു ടൈപ്പിലും എനിക്ക് കണക്ട് ചെയ്യാം. അതായത് ഇവിടെ 2 കാർബൺ ഉണ്ട്. ആ 2 കാർബണിൽ അടുത്തടുത്തുള്ള ഓരോ കാർബണിലേക്ക് ഓരോ ഹാലജനെ വേണമെങ്കിൽ എനിക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പം ഇയാളെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണേ ഡൈഹാലൈഡ്, ഇയാളെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണേ ഡൈഹാലൈഡ്. കാരണം എന്താ? 2 ഹാലജൻ. പക്ഷെ അവർ 2 പേരും ഒരുപോലെയുള്ള ഡൈഹാലൈഡ് അല്ല. അത് വേർതിരിച്ച് മനസ്സിലാവാനാണ് നമ്മൾ ഈ പേര് കൊടുത്തത്. 2 ഹാലജനും ഒരു കാർബണിലാണെങ്കിൽ നമ്മൾ വിളിക്കും ജെമിനൽ ഡൈഹാലൈഡ്. എന്താ പേര്? ജെമിനൽ ഡൈഹാലൈഡ്. 2 ഹാലജനും ഒരു കാർബണിലാണെങ്കിൽ ജെമിനൽ ഡൈഹാലൈഡ്. 2 ഹാലജനും അടുത്തടുത്തുള്ള കാർബണിലാണെങ്കിൽ ഞാൻ വിളിക്കും വിസിനൽ ഡൈഹാലൈഡ്. എന്താണ്? വിസിനൽ. വിസിനൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അരികിൽ എന്നാണല്ലോ അർത്ഥം. അപ്പം അടുത്തടുത്തുള്ള കാർബണിലാണ് ഹാലജൻ. ഇത് 2 സെയിം കാർബണിലാണ്. ഇത് 2 ഡിഫറെൻ്റ് കാർബണിലാണെന്ന് പറയരുത്. ഡിഫറെൻ്റ് കാർബണിലായിട്ട് കാര്യമില്ല. 1ാമത്തതിലും 10ാമത്തതിലും വന്നിട്ട് കാര്യമില്ല. അപ്പോഴും ഡിഫറെൻ്റ് ആണ്. പക്ഷെ അത് വിസിനൽ അല്ല. വിസിനൽ ആവണമെങ്കിൽ ഡിഫറെൻ്റ് കാർബണിലായാൽ പോരാ, അടുത്തടുത്ത കാർബണിലാവണം. പഠിച്ചോ? വിസിനൽ ഡൈഹാലൈഡ്. അപ്പോൾ ഞാനിവിടെ ഒരു വിസിനൽ ഡൈഹാലൈഡ് എല്ലാ വാലൻസിയും കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു വിസിനൽ ഡൈഹാലൈഡ് കാണിച്ചു തരാം. ഇത് CH2 സിംഗിൾ ബോണ്ട് CH2. അവിടെ 2 ഓരോ ക്ലോറിൻ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ കാർബണിൻ്റെ ഒക്കെ വാലൻസി കംപ്ലീറ്റഡ് ആണ്. നേരത്തെ നമ്മൾ കാർബണിൻ്റെ സ്കെലറ്റിലായിട്ടാണ് കാണിച്ചത്. ആരോ മാർക്കിന് മുകളിൽ സിങ്ക്. ആരാണ് റിയേജന്റ്? സിങ്ക്. താഴെ എഴുതി വെച്ചോട്ടോ. റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? സിങ്ക് ആണ്. സിങ്ക്. എന്ത് സംഭവിക്കും അറിയോ? ഈ സിങ്ക് ഈ 2 ക്ലോറിനെയും ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മുങ്ങും. അപ്പം എന്ത് സംഭവിക്കും? ഈ സിങ്ക് ഇവിടെ നിന്ന് ഒഴിവാകുന്നു. എങ്ങനെ? -ZnCl2 ആയിട്ട് ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ സിങ്ക് 2 ക്ലോറിനെയും ഇവിടെ നിന്ന് എടുത്തിട്ട് മുങ്ങും. ബാക്കി ആരുണ്ട്? ഈ CH2 ഉണ്ട്, CH2 ഉണ്ട്. ശരിയല്ലേ? CH2 മാത്രമുണ്ട്. CH2 മാത്രമുണ്ട്. CH2 ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കഥകളും ഇവിടെ ബാധകമാണ്. ഇവിടുത്തെ കാർബണിനും ഓരോ വാലൻസിയുടെ കുറവുണ്ട്. വാലൻസി കുറവുള്ള 2 ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കൂല. അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് എന്തായാൽ മതി? ഡബിൾ ബോണ്ടായാൽ മതി. അപ്പോൾ ആൽക്കീൻ ഉണ്ടായി. എവിടെ നിന്ന്? വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന്. ആരുപയോഗിച്ചിട്ട്? സിങ്ക് ഉപയോഗിച്ചിട്ട്. സിങ്കിൻ്റെ പണി എന്താണ്? ക്ലോറിനെ കൊണ്ടുപോവുക. അതായത് ഡീഹാലോജിനേഷൻ ആണ് ഇവിടെ നടന്നത്. ദിസ് റിയാക്ഷൻ ഈസ് ഡീഹാലോജിനേഷൻ. ഹാലോജനെ റിമൂവ് ചെയ്യലാണ്. നോട്ട്ബുക്കിൻ്റെ സൈഡിൽ 2 ടൈപ്പ് ഡൈഹാലൈഡുകൾ എഴുതി വെച്ചോട്ടോ. അപ്പോൾ ഫ്രം വിസിനൽ ഡൈഹാലൈഡ് തീർന്നു. 4ാമത്തതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. 4 ഫ്രം
ഫ്രം ആൽക്കഹോൾ. പഠിച്ചോട്ടാ, ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോൾ എഴുതി വെച്ചോ, താഴെ എഴുതി വെച്ചോ. റിയേജൻറ്റ്, ആൽക്കഹോളിൽ നിന്ന് ആൽക്കീൻ കിട്ടാൻ ആവശ്യമുള്ള റിയേജൻ്റ് ആരാണ്? H2SO4 ബാർ 443 കെൽവിൻ. 443 കെൽവിൻ ചൂടും വേണം, കോൺസെൻട്രേറ്റഡ് H2SO4 വേണം. ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് ആൽക്കഹോളിൽ നിന്ന് ആൽക്കീൻ കിട്ടുക. എങ്ങനെയാണ് കിട്ടുക നോക്കിയിരുന്നു. CH3 അതിന് മുമ്പ് ഈ റിയേജൻ്റ് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു സെൻറ്റൻസ് എഴുതിക്കോ. ഒരു സെൻറ്റൻസ് എഴുതിക്കോളൂ. ദ റിയാക്ഷൻ ഈസ് ഡീഹൈഡ്രേഷൻ. റിയാക്ഷൻ ഈസ് ഡീഹൈഡ്രേഷൻ. എന്താണെന്ന് പറഞ്ഞേ? ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ. ഓക്കെ, റിയാക്ഷൻ ഈസ് ഡീഹൈഡ്രേഷൻ. ശ്രദ്ധിച്ച് കണ്ടോളണേ മക്കളെ. റിയാക്ഷൻ ഡീഹൈഡ്രേഷൻ ആണെന്ന് പറഞ്ഞു. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് OH. ഇത് CH2 ആണ്, ഇത് CH3 ആണ്, ഇത് OH ആണ്. ഇതാണല്ലോ ആൽക്കഹോളിൻ്റെ ഒരു ഫോർമുല. ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അപ്പോൾ OH വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആൽക്കഹോളിനെ കിട്ടി. ആരോ മാർക്കിന് മുകളിൽ നിങ്ങൾ കണ്ടു കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് കണ്ടു. താഴെ 443 കെൽവിൻ എന്ന് അങ്ങനെ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു വെക്കാം. ഒരു ത്രികോണം വരച്ചാലും അതിനർത്ഥം ചൂടാക്കുക എന്നാണ്. ഇതായാലും മതി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. വാട്ട് ഈസ് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ H2Oയുടെ റിമൂവലാണ്. ഡീഹൈഡ്രേഷൻ നടക്കുകയാണ്. എന്താണ്? H2Oയുടെ റിമൂവലാണ്. മക്കളെ, H2O എന്ന് പറയുമ്പോൾ അവിടെ OHും Hഉം ആണല്ലോ ഒരു വാട്ടർ മോളിക്യൂളായിട്ട് മാറണേ. H2O എന്ന് പറഞ്ഞാൽ ഒരു OHും ഒരു Hഉം കൂടി ചേർന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു OHും ഇവിടെ നിന്ന് ഒരു Hഉം റിമൂവ് ചെയ്യും. എങ്ങനെ? ഇവിടെ നിന്ന് ഒരു OH, ഇവിടെ നിന്ന് ആൽഫ കാർബണിൽ നിന്ന് OH. ഇതേതാ കാർബൺ? ബീറ്റ കാർബൺ അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ. ആൽഫ കാർബണിൽ നിന്ന് OHും ബീറ്റ കാർബണിൽ നിന്ന് Hഉം റിമൂവ് ചെയ്യും. Hഉം OHും കൂടി ചേർന്ന് എന്തായിട്ട് പോകും? പറ. വാട്ടറായിട്ട് പോകും. നേരത്തെ ഞാൻ ഇവിടെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ എലിമിനേഷൻ പഠിപ്പിച്ച എല്ലാ റൂളുകളും ഇവിടെ ബാധകമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാകും? ഇവിടെ നിന്ന് ഒരു H പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരുണ്ട്? CH2 ഉണ്ട്, സിംഗിൾ ബോണ്ട്. ഇവിടെ നിന്ന് CH2 ഉണ്ട്, ഇവിടെ OH ആണ് പോയത്, ബാക്കി ഒരു CH2 മാത്രം. CH2 എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വിഷമം കണ്ടിട്ട് അതിനിടയ്ക്കൊരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കാൻ തോന്നണം. ആൽക്കീൻ ഉണ്ടായി. മനസ്സിലായല്ലോ? വാലൻസി കംപ്ലീറ്റ് ആക്കാൻ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്തു. ആൽക്കഹോളിൽ നിന്ന് ആൽക്കീനാണ് ഇവിടെ ഉണ്ടായത്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ ഇവിടെ തീർന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ആണ്. ഇത് വൃത്തിയായി എഴുതി വെക്കുക. അങ്ങനെ മക്കളെ, ഹൈഡ്രോ കാർബൺസിലെ ആൽക്കൈനും ആൽക്കീനും ഉണ്ടാക്കി. ഇനി നമുക്ക് ആരെ ഉണ്ടാക്കാനുള്ളത്? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ റോമൻ നമ്പർ 3 എഴുതി വെച്ചോളൂ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടായ ആൽക്കൈനുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. അതിൽ 2 സബ്ഹെഡിങ് വരും. 1, 2 എഴുതി വെച്ചോട്ടാ. ഒന്നാമത്തെ ഹെഡിങ് ആണ് ഫ്രം കാൽഷ്യം കാർബൈഡ്. ഫ്രം കാൽഷ്യം കാർബൈഡ്. ഒന്ന് കാൽഷ്യം കാർബൈഡിൽ നിന്ന്. ഒന്ന് ഫ്രം എഴുതിക്കോ, കാൽഷ്യം കാർബൈഡ്. 2 ഫ്രം വിസ് ഡൈഹാലൈഡ്. വിസ് ഡൈഹാലൈഡ്. എന്താണ് വിസ് ഡൈഹാലൈഡ് എന്നൊക്കെ ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഓക്കെ, വിസ് ഡൈഹാലൈഡ്. ഇനി അതിൽ ഒന്നാമത്തെ ആൾ എടുത്തെഴുത്. ഹെഡിങ് ആകെ 2 മെത്തേഡേ ഉള്ളൂ, സിമ്പിളാണ്. ഫ്രം കാൽഷ്യം കാർബൈഡ്. കണ്ടോ, ഞാൻ എൻ്റെ സ്വഭാവം ഒന്ന് മാറ്റി. നേരത്തെ കാൽഷ്യം കാർബൈഡ് എന്ന് സെൻറ്റൻസിൽ എഴുതിയ ഞാനിപ്പോൾ ഫോർമുലയിലാണ് എഴുതിയത്, CaC2. അപ്പോൾ നിങ്ങൾ കാൽഷ്യം കാർബൈഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ CaC2 എന്ന് എഴുതിക്കോ. ഫോർമുല നിർബന്ധമാണ്, നമുക്ക് റിയാക്ഷൻ പഠിക്കാനുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, ദിസ് റിയാക്ഷൻ ഈസ് ഡിസ്കവേർഡ് ബൈ വോളർ. വോളർ എന്ന സയൻറ്റിസ്റ്റാണ് ഈ റിയാക്ഷൻ ആദ്യമായി നടത്തിയത്. ദിസ് റിയാക്ഷൻ ഈസ് ഡിസ്കവേർഡ് ബൈ വോളർ. അതുകൊണ്ട് തന്നെ വോളേഴ്സ് സിന്തസിസ് ഓഫ് ആൽക്കൈൻ എന്നൊരു പേര് വേണമെങ്കിൽ ഇതിനെ പറയാം. എങ്ങനെ? വോളേഴ്സ് സിന്തസിസ് ഓഫ് ആൽക്കൈൻ എന്നൊരു പേര് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. വോളേഴ്സ് റിയാക്ഷൻ എന്ന പേരിൽ ഇയാളല്ല അറിയപ്പെടുന്നത്. അത് വേറെ റിയാക്ഷൻ വരാനുണ്ട്. നമ്മളിത് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയണം. എന്താ പറഞ്ഞേ? വോളേഴ്സ് സിന്തസിസ് ഓഫ് ആൽക്കൈൻ എന്ന് എടുത്തു പറയണം. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. കാൽഷ്യം കാർബൈഡിനെ അറിയാമോ? CaC2. കാൽഷ്യം കാർബൈഡിനെ അറിയാമോ? ഇത് വെച്ച് എനിക്കൊരു കഥ പറയാനുണ്ട്. CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ആളെ
നമ്മൾ ഇഥൈൻ എന്നാണല്ലോ പേര് വിളിക്കുക, ഇഥൈൻ. ഈ ഇഥൈൻ എന്ന് പറയുന്ന ആളെ ഒന്ന് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് നമ്മളെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് എത്തഫോൺ എന്നാണ് വിളിക്കുക. എത്തഫോൺ എന്ന് പറയുന്ന സാധനം നമ്മൾ പച്ചയായ പഴങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോർമോണാണ്. എത്തിലീൻ എന്ന പേരിൽ നിങ്ങൾ ബയോളജിയിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. എത്തിലീൻ എന്ന് പറഞ്ഞാൽ ഇഥൈൻ തന്നെയാണ്, അതിൻ്റെ വേറെ കോമൺ നെയിമാണ്, ഓമന പേരാണ് എത്തിലീൻ. എത്തഫോൺ എന്നത് അതിൻ്റെ കൊമേഴ്ഷ്യൽ നെയിമാണ്. നമ്മുടെ നാടുകളിലേക്ക്, കോഴിക്കോടും എറണാകുളത്തും ഒക്കെയുള്ള മാർക്കറ്റുകളിലേക്ക് പച്ച മാങ്ങ കയറ്റി അയക്കും. എവിടെ നിന്ന്? ആന്ധ്രാപ്രദേശിൽ നിന്ന് പച്ച മാങ്ങ കയറ്റി അയക്കും. അപ്പോൾ പച്ചമാങ്ങ കയറ്റി അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ലാർജ് എമൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാൽഷ്യം കാർബൈഡ് അവർ ആ ലോറിയിൽ വിതറുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ആന്ധ്രാപ്രദേശിൽ നിന്ന് മാങ്ങ കയറ്റുമ്പോൾ ഒരു ലെയർ പച്ചമാങ്ങ വെക്കും, അതിന് മുകളിൽ വൈക്കോല് വെക്കും, അതിൻ്റെ സൈഡിൽ കുറച്ച് കാൽഷ്യം കാർബൈഡ് വെക്കും, എന്നിട്ട് ലേശം വെള്ളം തളിക്കും. എന്നിട്ട് അടുത്ത ലെയർ മാങ്ങ, അടുത്ത ലെയർ വൈക്കോല്, വീണ്ടും കാൽഷ്യം കാർബൈഡ്, വീണ്ടും വെള്ളം തളിക്കും. ഈ 4 സാധനങ്ങളുടെ ലെയർ ഇങ്ങനെ ഒരുപാട് ഹൈറ്റിലേക്ക് വെച്ച് അതിനുള്ളിലേക്ക് എയറിൻ്റെ ട്രാൻസ്പോർട്ട് ഒന്നും നടക്കാത്ത രൂപത്തിൽ ടൈറ്റായിട്ട് നല്ല ടാർപോളിൻ കൊണ്ട് മറച്ചിട്ടാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വണ്ടി വരുന്നത്. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് എറണാകുളത്തോ കോഴിക്കോടോ എത്തുമ്പോഴേക്കും കയറ്റിയിരുന്ന പച്ച മാങ്ങ പഴുത്ത മാങ്ങയായിട്ട് മാറിയിട്ടുണ്ടാവും. ഫ്രഷായിട്ട് നമ്മുടെ നാട്ടിൽ പഴുത്ത മാങ്ങ വിൽപ്പന നടത്താം. എന്താണ് ഈ ലോറിയുടെ അകത്ത് നടന്ന റിയാക്ഷൻ? അതാണ് വോളേഴ്സ് റിയാക്ഷൻ. എന്താണ് അവിടെ നടന്നതെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തരാം. മക്കളെ, CaC2 എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബൈഡ് ആണല്ലോ. അതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ഒരു കാൽഷ്യവും 2 കാർബണും, അങ്ങനെയാണല്ലോ കാൽഷ്യം കാർബൈഡ്, CaC2 എന്നാണല്ലോ. ഒരു കാൽഷ്യവും 2 കാർബണും. അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഇന്റേണൽ ബോണ്ടിങ്സ് വരുന്നത് ഇങ്ങനെയാണ്. 2 കാർബണുകൾക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട്, കാൽഷ്യവും കാർബണും തമ്മിൽ ഓരോ സിംഗിൾ ബോണ്ട്. ഇങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചറാണ് ആർക്കുള്ളത്? കാൽഷ്യം കാർബൈഡിനുള്ളത്. അപ്പോൾ ലോറിയിൽ നമ്മൾ കാൽഷ്യം കാർബൈഡ് വിതറിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ വാട്ടർ ആണല്ലോ മക്കളെ, H2O. അപ്പോൾ ഞാൻ H2O എന്ന് എഴുതുന്നതിന് പകരം HOH എന്ന് എഴുതുകയാണ്. എന്താ എഴുതിയേ? HOH. അപ്പോൾ കാൽഷ്യം കാർബൈഡിലേക്ക് ഞാൻ H2O ഒഴിച്ചു. ഇതല്ലേ ഇപ്പോൾ ലോറിയിൽ നടന്ന റിയാക്ഷൻ. 2 മോൾ വാട്ടർ ഇവിടെ ആവശ്യം വരും. 2 മോൾ വാട്ടർ ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 2H2O എന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഒരു വര വരക്കും. ആ വര നിങ്ങൾ സൂക്ഷിച്ച് കണ്ടോളണം. യെല്ലോ കളർ കൊണ്ട് ഞാനിവിടെ നീട്ടി വരക്കുകയാണ്. ഈ നീളത്തിൽ വരച്ച അത്രയും പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇങ്ങോട്ട് പൊട്ടിയിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഈ കാർബണിൻ്റെ കൂടെ H വരും, ശരിയല്ലേ? ഈ കാർബണിൻ്റെ കൂടെ H വരും. ഈ കാർബണിനും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടാണ്. ആ ട്രിപ്പിൾ ബോണ്ട് ഞാൻ നേരെ കാണിച്ചു. ഇവിടെ ഈ കാർബണിൻ്റെ കൂടെയും H വരും. CH ട്രിപ്പിൾ ബോണ്ട്, CH എന്ന കോമ്പൗണ്ട് കിട്ടും. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ആരെ കിട്ടും? ഈ സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് കിട്ടും. ഒരു കാൽഷ്യവും 2 OHുമാണ് ഈ ഫ്രാഗ്മെൻറ്റിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് CaOH ട്വൈസ്, ഒരു കാൽഷ്യവും 2 OHുമാണ് ഉള്ളത്. ഈ കിട്ടിയ സാധനത്തെ നമ്മൾ എന്ത് പേര് വിളിക്കും? IUPACയിൽ ഇഥൈൻ എന്ന് വിളിക്കും, കോമൺ നെയിമിൽ എത്തിലീൻ എന്ന് വിളിക്കും, മാർക്കറ്റിൽ എത്തഫോൺ എന്ന് വിളിക്കുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ ആ സാധനമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ പഴം പഴുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, ചെടി തന്നെ നാച്ചുറലി സിന്തസൈസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എത്തിലീൻ. അതിനെ ആർട്ടിഫിഷ്യലി നമ്മൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? പഴത്തെ പഴുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. അങ്ങനെ പച്ച മാങ്ങ ഇവിടെ എത്തുമ്പോഴേക്കും പഴുത്ത മാങ്ങ ആയിട്ടുണ്ടാവും. നിങ്ങൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ, ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇങ്ങനെ കൃത്രിമമായിട്ട് ഒരുപാട് കാർബൈഡിൻ്റെ അളവ് കൂടുതലുള്ള പഴങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? പിടിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും ആരോഗ്യ വകുപ്പൊക്കെ. യഥാർത്ഥത്തിൽ ഈ എത്തിലീൻ എന്ന് പറയുന്ന, ഇഥൈൻ എന്ന് പറയുന്ന ആളല്ല ഇവിടെ കുഴപ്പക്കാരൻ. ലോറിയിലേക്ക് ഇടുന്ന കാൽഷ്യം കാർബൈഡാണ്. കാൽഷ്യം കാർബൈഡ് മുഴുവനായിട്ട് റിയാക്ട് ചെയ്തു പോയിട്ടില്ലെങ്കിൽ സം എമൗണ്ട് ഓഫ് കാർബൈഡ് റിമൈൻസ് ദർ. എന്താണ് കാർബൈഡിൻ്റെ പ്രശ്നം? കാർബൈഡ് ഈസ് ഹൈലി കാർസിനോജനിക് ആണ്. ക്യാൻസർ ഉണ്ടാകും, വേറെ കുഴപ്പമൊന്നുമില്ല. കാർബൈഡ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ട് ട്രിപ്പിൾ ബോണ്ടഡ് ഇഥൈൻ എന്ന IUPAC നെയിമുള്ള കോമ്പൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഫ്രം കാൽഷ്യം കാർബൈഡ് നമ്മൾ ആൽക്കൈൻ ഉണ്ടാക്കി. രണ്ടാമത്തതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഫ്രം വിസ് ഡൈഹാലൈഡ്. മക്കളെ,
എന്താണ് വിസ് ഡൈഹാലൈഡ് എന്ന് ഇനി പറയുന്നത് നിങ്ങൾക്കൊരു ബോറിംഗ് ആയിരിക്കും. ഞാനിത് ചൂടോടെ ഒരു വിസ് ഡൈഹാലൈഡ് എഴുതുകയാണ്. CH2 സിംഗിൾ ബോണ്ട് CH2, രണ്ട് ഭാഗത്തും ഓരോ ക്ലോറിൻ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. രണ്ട് ഹാലോജൻ അടുത്തടുത്ത പൊസിഷനിൽ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് വിസ് ഡൈഹാലൈഡ്. ആരോ മാർക്കിന് മുകളിൽ കണ്ടു ആര്? ആൽക്കഹോളിക് KOH. നേരത്തെ വിസിനൽ ഡൈഹാലൈഡിലേക്ക് ഞാൻ സിങ്കാണ് ഇട്ടത്. സിങ്ക് ഇട്ടപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഇടുന്നത് ആൽക്കഹോളിക് KOH ആണ്. അപ്പോൾ കിട്ടാൻ പോകുന്നത് ആൽക്കൈനാണ്, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് മാത്രം നോക്കിയാൽ പോരാ, റിയേജൻ്റ് കൂടി നോക്കണം. നന്നായി നോക്കിക്കോ. ആൽക്കഹോളിക് KOH. പൊന്നുമക്കളെ, നേരത്തെ ഞാൻ ചങ്ക് പൊട്ടി പറഞ്ഞതാണ്. ആൽക്കഹോളിക് KOHനും അതുപോലെ വേറൊരു വാക്കും അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം. ആൽക്കഹോളിക് KOH ഉണ്ടോ? അവനുണ്ടോ? ആൽക്കഹോളിക് KOH ഉണ്ട്. ആരാണത്? നിങ്ങൾ ഓർത്ത് വെച്ചോ. എന്ത്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ആരാ മക്കളെ? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ലോകത്ത്, എവിടെ? ലോകത്ത് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടത്താൻ ഒരാളെ കൊണ്ടേ പറ്റൂ, ആൽക്കഹോളിക് KOHനെ കൊണ്ട്. ലോകത്തെ ഏതൊരു ആൽക്കഹോളിക് KOHനും ഒരേ ഒരു പണിയേ പറ്റൂ, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഈ വൺ ആൻഡ് ഓൺലി റിലേഷൻ മറന്നുപോയാൽ പിന്നെ നമ്മെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുന്നതിൽ ആരെയും കുറ്റം പറയാൻ പറ്റൂല. ആൽക്കഹോളിക് KOH, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. പഠിച്ചു വെച്ചോ മക്കളെ. ഇവിടെ ക്ലോറിൻ ആണ് ഹാലജൻ. അപ്പോൾ ക്ലോറിൻ ഹാലജൻ ആയിരിക്കെ നമുക്ക് അവിടുത്തെ HX എന്ന് ജനറലി പറയണ്ട, HCl എന്ന് പറയാം. ഇവിടുത്തെ ഒരു വിശേഷം, ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ട്. രണ്ട് ക്ലോറിൻ ഉണ്ടാവുമ്പോൾ രണ്ട് HCl ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇയാളെ കൊണ്ട് കഴിയുന്ന അത്രയും ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഇയാൾ നടത്തും എന്ന് ഓർത്ത് വെക്കുക. നേരത്തെ ഞാൻ പഠിപ്പിച്ചത് ആൽക്കൈൽ ഹാലൈഡിലാണ് ആൽക്കഹോളിക് KOHന്റെ ഫംഗ്ഷൻ. പോയി നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു ക്ലോറിനെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് -HCl എന്ന് എഴുതിയിട്ടുള്ളൂ. ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് -2HCl എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ഹൈഡ്രജൻ പോയത്, എവിടെ നിന്നൊക്കെയാണ് ക്ലോറിൻ പോയത് എന്ന ചർച്ചകളിലേക്ക് നീങ്ങാം. ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ആ ക്ലോറിൻ്റെ കൂടെ ഹൈഡ്രജൻ പോകുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ പഠിപ്പിച്ചു, ആൽഫ കാർബണിൽ നിന്ന് ഹാലജൻ പോകുമ്പോൾ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും. ഈ ഡയഗണലി ആണ് എന്ത് പോകുന്നത്? ഹൈഡ്രജനും ക്ലോറിനും പോകുന്നത്. ഈ ക്ലോറിൻ്റെ കൂടെ ഇവിടുത്തെ ഹൈഡ്രജൻ, ഈ ക്ലോറിൻ്റെ കൂടെ ഇവിടുത്തെ ഹൈഡ്രജൻ. എഫക്റ്റീവ്ലി പറയുമ്പോൾ ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും പോകുന്നുണ്ട്, ഒരു ക്ലോറിനും പോകുന്നുണ്ട്. ശരിയല്ലേ? ഹൈഡ്രജൻ പോയത് ഇയാളുടെ കൂടെ ആണെങ്കിലും പോയല്ല, ഇനി അവിടെ ഇല്ലല്ലോ. അപ്പോൾ ആരാ? ഈ CH2ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, ബാക്കി ആ രണ്ട് CH ഉണ്ട്. ആ ക്ലോറിനും പോയി, ബാക്കി ആ CH മാത്രമേ ഉള്ളൂ. ഇടയിലുള്ള സിംഗിൾ ബോണ്ട് വൈറ്റ് കളറിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ CH2 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ഹൈഡ്രജനും പോയി, ഇവിടെ നിന്ന് ഒരു ക്ലോറിനും പോയി, ബാക്കി ഒരു CH ഉണ്ട്. മക്കളെ സൂക്ഷിച്ചു നോക്ക്. ഈ കാർബണിനും പറയാനുള്ളത് ഒരേ കഥയാണ്. എന്താ കഥ? ജനിച്ചപ്പോൾ ഞങ്ങൾക്ക് 4 വാലൻസി ഉണ്ടായിരുന്നു, അതിൽ 2 വാലൻസി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഒരു ഹൈഡ്രജനും പോയി, ഒരു ക്ലോറിനും പോയി. ഇവിടെയും ഹൈഡ്രജൻ പോയി, ക്ലോറിൻ പോയി. ഈ കാർബണിൻ്റെ മുഖത്തും 2 വാലൻസി നഷ്ടമായ ഒരേ ഫീലിംഗ് ആണ്. ഒരു വാലൻസി നഷ്ടമായ രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കൂല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതല്ലേ. എന്നാൽ പിന്നെ 2 വാലൻസി നഷ്ടപ്പെട്ട രണ്ടാളുകൾ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് നിൽക്കണോ? അവരുടെ വിഷമം തീർക്കാൻ അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആക്കിയാൽ മതി. 2 വാലൻസിയുടെ കുറവല്ലേ, 2 വാലൻസി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു വാലൻസി, ഒരു ബോണ്ടും, ഇപ്പോൾ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് 2 ബോണ്ടും, ടോട്ടൽ കിട്ടിയത് ഇഥൈനാണ്. എന്താണ് ഇഥൈൻ? എത്തിലീൻ എന്നും അസറ്റ്ലീൻ എന്നും ഒക്കെ ഓമന പേരുള്ള ഇഥൈനാണ് കിട്ടിയത്. പഠിച്ചല്ലോ. അപ്പോൾ 2 മെത്തേഡേ ഉള്ളൂ ആൽക്കൈൻ ഉണ്ടാക്കാൻ. 2 മെത്തേഡ്, ഒന്ന് ഫ്രം കാൽഷ്യം കാർബൈഡ്, 2 ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. റിയേജൻ്റ് ഓർത്ത് വെച്ചോ, മറക്കരുത്. റിയേജൻറ്റിൻ്റെ ഫംഗ്ഷൻ മറക്കരുത്. പഠിച്ചു വെച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇതോടുകൂടി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ 3 പേരും ഇവിടെ തീർന്നു. ഇനി നമ്മൾ നേരെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കുകയാണ്.